റൈസിൻ്റെ കൂടെയോ ഈവനിങ് ഒരു സ്നാക്സ് ആയോ കഴിക്കാൻ സാധിക്കുന്ന നല്ലൊരു ബീട്രൂട്ട് ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നീളനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വല്ലാതെ കനം കുറച്ചും വേണ്ട, എന്നാൽ കനം വല്ലാതെ കൂടുകയും വേണ്ട. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് അരിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 സ്പൂണ് മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 സ്പൂണ് മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 പിഞ്ച് കായപ്പൊടി, 1/4 സ്പൂണ് പെരുംജീരകം പൊടിച്ചത്. ഇതിൽ പൊടിയില്ലാത്ത കാരണം ഞാൻ ചതച്ചെടുക്കാൻ കേട്ടോ ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ ഇതിൽ മൈദപ്പൊടിയേക്കാളും നല്ലത് കടലമാവ് എടുക്കുകയാണെങ്കിലായിരിക്കും കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ആദ്യം ഇതൊന്ന് വെറുതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ബീട്രൂട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അടുപ്പിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. പിന്നെ ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. കോരിയെടുക്കുന്നതിന് മുൻപായിട്ട് ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ബാച്ചാണ്. ആദ്യത്തെ ബാച്ച് വറുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ബാച്ച് വറുത്ത് വരുമ്പോഴത്തേനും ചൂടോടെ കഴിക്കാതെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ബീട്രൂട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.